قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. صدق الله العلي العظيم. ومبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. ولمومة سيدنا ومولانا محمد കരുണക്കടലായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ സൃഷ്ടാവിന്റെ സംതൃപ്തിയിലായി അവന്റെ റിളയിലായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും നസീബ് നൽകുമാറാകട്ടെ. ഈ വർഷം ഹജ്ജിന് പോയ ഹാജിമാർക്ക് അള്ളാഹു എല്ലാ അമലുകളും ചെയ്ത് ഉമ്മ പെറ്റ മക്കളെ പോലെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അവിടുത്തെ ചുമരിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി: കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഹദീസിൽ കാണാം, അഹദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമൻകിബി. ഇവരങ്ങനെ ചുമരിൽ കൈവച്ചു, എന്നിട്ട് അവിടെ നിന്ന് തട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു: മോനെ അബ്ദുള്ള, നീ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആവുക. ഈ ഹദീസ് നമ്മയെല്ലാം പഠിപ്പിക്കുന്നത് ദുനിയാവിലെ യാത്രകളെ സംബന്ധിച്ചാണ്. മനുഷ്യൻ ജനിച്ചത് മുതൽ യാത്രയിലാണ്. ദുനിയാക്കിയെ മുസാഫിർ മൻസിൽ തെരി ഖബർ ഹൈ. ദുനിയാവിലേക്ക് മനുഷ്യൻ വന്നത് മുതൽ അവൻ യാത്രയിലാണ്. ഇനി അടുത്തത് ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ്. അടുത്തുള്ള ക്യാമ്പും സോദര ഖബറാണ്. ഖബറിൽ എത്തുന്നത് വരെ അവൻ യാത്രയിലാണ്. ആ യാത്രകൾ വിവിധങ്ങളാകുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയാണ്. പല സ്വപ്നങ്ങളിലേക്കും പ്രതീക്ഷകളിലേക്കുമുള്ള യാത്രയാണ് മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്നം തേടി, തൊഴിൽ തേടി, വിദ്യ തേടി, സമാധാനം തേടി, ആത്മീയത തേടി, വിവിധങ്ങളായ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി, വിവിധങ്ങളായ പരീക്ഷണങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ അനുദിനം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാമലകളും വനങ്ങളും സമുദ്രങ്ങളും അതിർത്തികളും കടന്നുകൊണ്ട് മനുഷ്യൻ സഞ്ചരിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഈ യാത്രകളെ പറ്റി ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. യാത്രയെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാം. സൂറത്തു സബറിന്റെ 18-ാമത്തെ വചനം എടുത്തു നോക്കിയാൽ കാണാം: وَجَعَلْنَا بَيْنَهُ وَبَيْنَ الْقُرَى الَّتِي بَارَكْنَا فِيهَا قُرًى ظَاهِرَةً وَقَدَّرْنَا فِيهَا السَّيْرَ سيروا فيها ليالي وأياما آمنين. സബർ ഗോത്രക്കാരെ പറ്റിയിട്ട് ഖുർആനിൽ അല്ലാഹു തആല ഒരു സൂറത്ത് തന്നെ ആ പേരിൽ രചിച്ചിട്ടുണ്ട്.
അവരെ പറ്റിയിട്ട് പരാമർശിക്കുന്ന സമയത്ത് അല്ലാഹു തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ പറ്റി പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് സീറൂ ഫീഹാ ലയാലിയ വ അയ്യാമിൻ ആമിനീൻ. നിങ്ങൾ രാവും പകലും നിർഭയരായിട്ട് നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുകയും അല്ലാഹു തആല അവർക്ക് കൊടുത്ത പ്രത്യേകമായ ഒരു ഓഫറായിട്ട് ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യാത്ര ചെയ്യാൻ സബകാരോട് പറഞ്ഞു. പിന്നെ അവര് നന്ദികേട് പ്രകടിപ്പിച്ചതിനെ പറ്റി അടുത്തുള്ള ആയത്തുകളിൽ പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കടന്നു പോകുന്നില്ല. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരു സ്ഥലത്ത് സൂറത്തുൽ ഹജ്ജിന്റെ 46-ാമത്തെ ആയത്ത് നോക്കിയാൽ കാണാം, അഫലം യസീറൂ ഫിൽ അർദ് ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സ്വാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. അവിടെയും അല്ലാഹു തആല പറയുന്നത് നിങ്ങൾ യാത്ര ചെയ്യാനാണ്, ലോകം ചുറ്റി സഞ്ചരിക്കാനാണ്. അതേപോലെ തന്നെ സൂറത്തുൽ അൻആമിന്റെ 11-ാമത്തെ ആയത്ത് അവിടെയും കാണാം, ഖുൽ സീറൂ ഫിൽ അർദ് സുമ്മ അൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. നിങ്ങൾ ലോകം ചുറ്റി സഞ്ചരിക്കുക, എന്നിട്ട് മുൻഗാമികളായ ആളുകളുടെ പതന കഥകളെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുക. ആളുകളെ സമൂഹത്തെ പറ്റി, സമൂഹത്തിനെ പറ്റി, അതുപോലെ ഒരുപാട് സമൂഹങ്ങൾ ഈ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. അവരിലേക്ക് ഇറങ്ങിയ ശിക്ഷകളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കി അല്ലാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണേ. ഇങ്ങനെ തുടങ്ങിയിട്ട് യാത്ര ചെയ്യാനാണ് ഖുർആനിലുടനീളം അല്ലാഹു തആല നമ്മോട് പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ആദ്യകാല യാത്രകളെ പറ്റിയിട്ട് പഠിച്ചു നോക്കുമ്പോൾ, ഓരോ കാലഘട്ടങ്ങൾ എടുത്തു നോക്കുമ്പോൾ, ഓരോ നാഗരികതകൾ എടുത്തു നോക്കുമ്പോൾ, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരങ്ങളും അതുപോലെ ബാബിലോണിയൻ സംസ്കാരങ്ങളും ആ നാഗരികതകളെ പറ്റിയൊക്കെ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആദ്യമായി മനുഷ്യര് കാൽനടയായി സഞ്ചരിച്ചു, പിന്നെ മൃഗങ്ങളിലായി, പിന്നീട് ആ മൃഗങ്ങളിൽ ചക്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങൾ ഉണ്ടാക്കി സഞ്ചരിക്കാൻ തുടങ്ങി മനുഷ്യര്. പിന്നീട് ബോട്ടോടുകൾ ഘടിപ്പിച്ചു, വേഗതയും സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചു. അങ്ങനെ മനുഷ്യൻ കരയിലും കടലിലും വായുവിലും ഇപ്പോ ബഹിരാകാശത്ത് വരെ മനുഷ്യൻ എത്തിയിരിക്കുകയാണ്. എത്ര വേഗതയിലാണ് മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. SR-71 എന്ന് പറയുന്ന ബ്ലാക്ക് ബേർഡ് എന്ന് പറയുന്ന വിമാനം, സൈനിക വിമാനം, അത് 3675 കിലോമീറ്റർ വേഗതയിലാണ് പെർ ഹവർ, മണിക്കൂറില് 3675 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന സൂപ്പർസോണിക് വിമാനങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതേപോലെ അതിനേക്കാളും വേഗത്തിൽ മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ബഹിരാകാശ പേടകങ്ങൾ ഇപ്പോ ശുംഭാശു ശുക്ല എന്ന പേരിലുള്ള ഇന്ത്യൻ വംശജനായ ഇന്ത്യക്കാരനായ സഹോദരൻ അടക്കമുള്ള ബഹിരാകാശത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കാണ്. പേടകത്തിന് ചെറിയൊരു പ്രശ്നം വന്നപ്പോ യാത്രയൊന്ന് പിന്തിച്ചിരിക്കുകയാണ്. ഇലോൺ മസ്കിന്റെ സ്പേസ് 5 കമ്പനിയുടെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റില് ബഹിരാകാശത്തേക്ക് പോകാൻ വേണ്ടി വെപ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ എത്ര യാത്രകളാണ് നടത്തിയിട്ടുള്ളത്. 22,000 കിലോ വഹിക്കാൻ ഭാരശേഷിയുള്ള വാഹനവുമായിട്ട് മനുഷ്യൻ ബഹിരാകാശത്തേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യർ ഒരുപാട് പുരോഗമിച്ചു. ചൈനയിൽ ചെന്നാൽ ഷാങ്ഹായ് മാക്ലേവ് എന്ന് പറയുന്ന ബുള്ളറ്റ് ട്രെയിൻ, അതിന് വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ പെർ ഹവർ 460 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ഇങ്ങനെ പുരോഗതിയുടെ ഉന്നത ശ്രേണിയിൽ മധ്യ സമൂഹം വിരാജിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം മനുഷ്യന്റെ സ്വന്തം നിയന്ത്രണത്തിലും അധീനതയിലുമാണെന്ന് മനുഷ്യർ വിശ്വസിക്കുന്ന സമയത്താണ് മനുഷ്യന് അബദ്ധം പറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം വിശുദ്ധമായ ഖുർആൻ ഇതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ വിമാന ദുരന്തം സംഭവിച്ചു,
അതുപോലെ സമുദ്രത്തിൽ എല്ലാവിധ സംവിധാനങ്ങളും നമുക്കുണ്ട്, എല്ലാവിധ ടെക്നോളജി ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ സമുദ്രത്തിൽ തീ പിടിക്കുന്ന ഒരു കപ്പലിനെ അവിടെ നിന്നുകൊണ്ടൊന്ന് സുരക്ഷിതമാക്കാൻ, ആ തീയും അണയ്ക്കാൻ പോലുമുള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധമായ ഖുർആൻ നമ്മുടെ ചിന്തകളെ പല കാര്യങ്ങളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ അഹങ്കരിക്കാണ്, എല്ലാം തികഞ്ഞു എന്ന് അഹങ്കരിക്കാണ്. പക്ഷേ അള്ളാഹു പറയുന്നത് സൂറത്തുൽ നഹ്ലിലെ 79-ാമത്തെ ആയത്ത് എടുത്തു നോക്കിയാൽ കാണാം, അവലം യറൗ ഇലാ ത്വയ്രി മുസഖറാത്തിൻ ഫീ ജൗഇസ് സമാഇ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നഹ്ലിലൂടെ, നഹ്ൽ എന്ന് പറഞ്ഞാൽ തേനീച്ച എന്നാണ് അർത്ഥം, തേനീച്ചയെ പറ്റി പരാമർശിക്കുന്ന സൂറത്ത്. അതിൽ ഒരുപാട് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിൽ അല്ലാഹു പറയുകയാണ്, അവലം യറൗ ഇലാ ത്വയ്ർ, മനുഷ്യ സമൂഹമേ, ഈ മാനവിക കുലമേ, നിങ്ങൾ കാണുന്നില്ലേ അന്തരീക്ഷത്തിലൂടെ ഊളിയിട്ട് പറക്കുന്ന പറവകളെ നിങ്ങൾ കാണുന്നില്ലേ? ആകാശഗംഗയിലൂടെ പാറിപ്പറക്കുന്ന പറവകളെ കാണുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണേ. അവലം യറൗ ഇലാ ത്വയ്രി മുസഖറാത്തിൻ ഫീ ജൗഇസ് സമാഇ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ആ പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. സൂറത്തുൽ മുൽക്കിലൂടെയും അതിന്റെ 19-ാമത്തെ ആയത്തിലും അല്ലാഹു ഇതേ വചനം തന്നെ പറയുന്നുണ്ട്. അവലം യറൗ ഇലാ ത്വയ്രി ഫൗകഹും സ്വാഫാത്തിൻ വയഖ്ബിദുഹുന്ന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ. അവലം യറൗ ഇലാ ത്വയ്ർ, നിങ്ങൾ പക്ഷികളെ കാണുന്നില്ലേ? ആ പക്ഷികളുടെ പ്രത്യേകത എന്താണ്? ഫൗകഹും സ്വാഫാത്തിൻ വയഖ്ബിദുഹുന്ന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. അത് അതിന്റെ ചിറകുകളെ കൂട്ടിപ്പിടിക്കുന്നു, അതിന്റെ ചിറകുകൾ ഇങ്ങനെ വിടർത്തി പിടിക്കുന്നു. എന്നിട്ട് യാതൊരു മറയുമില്ലാതെ, യാതൊരു താങ്ങുമില്ലാതെ ആകാശത്തിലൂടെ പറക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ. അവനെല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പക്ഷികളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ആ പക്ഷികളില് നമുക്ക് ഒരുപാട് പഠിക്കാനില്ലേ സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ അല്ലാഹു തആല ഒരുപാട് സ്ഥലങ്ങളിൽ ആ പക്ഷികളെ പറ്റിയിട്ട് പറയുമ്പോ, ഇന്ന് പക്ഷികളിൽ വെച്ച് ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് പെരഗ്രീൻ ഫാൽക്കൺ എന്ന് പറയുന്ന പക്ഷിയാണ്. ഫാൽക്കൺ അതിന്റെ പലതരത്തിലുണ്ട്. ഫാൽക്കൺ പെരഗ്രീൻസ് എന്ന് പറയുന്ന പക്ഷിയാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഇരപിടിക്കാൻ പോകുന്ന സമയത്താണ് അത് ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നതെന്നാണ് ഇന്ന് പക്ഷികളെ പറ്റിയിട്ട് പഠനം നടത്തിയ ശാസ്ത്രജ്ഞന്മാര് പഠിപ്പിക്കുന്നത്. മണിക്കൂറിൽ 389 കിലോമീറ്റർ വേഗത്തിലാണ് ഈ ഫാൽക്കൺ പെരഗ്രീൻസ് എന്ന് പറയുന്ന പക്ഷികൾ സഞ്ചരിക്കുന്നത്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പക്ഷികൾ ഇത്രയും വേഗത്തിൽ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അതിനെപ്പറ്റിയാണ് ഖുർആൻ പറയുന്നത്. ഇതൊക്കെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. നിങ്ങൾ പഠിച്ചുകൊള്ളണേ. മനുഷ്യൻ എത്ര പുരോഗതിയിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം കഴിഞ്ഞ ദിവസം ആ ഫ്ലൈറ്റ് തകർന്നു വീണപ്പോ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് അതിൽ പഠിക്കാനുണ്ട്. സുമിത് സബർബോൾ എന്ന് പറയുന്ന അത് ആ ഫ്ലൈറ്റ് നിയന്ത്രിച്ചിരുന്ന പൈലറ്റ് 8200 മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ളയാളാണ്. എന്ത് കാര്യമുണ്ടായി? പരിചയം കൊണ്ട് രക്ഷപ്പെടുത്താൻ സാധിക്കൂ? ഇല്ല, ഒന്നും കഴിയില്ല. അല്ലാഹുവിന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ അതങ്ങ് നടപ്പിലാവുകയാണ്. 242 പേരിൽ 241 പേരും മരിച്ചെന്നാണ്
അറിവ്. ഈ വേറെ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല, എന്റെ അറിവ് ഞാൻ പറയാം. അപ്പോ പ്രിയപ്പെട്ടവരെ, ഇത്രയും ടെക്നോളജിയും എല്ലാം ഉണ്ടായിട്ട് നമ്മുടെ യാത്രകൾ ഒരിക്കലും തന്നെ സുരക്ഷിതമല്ല. 650 അടി ഉയരത്തിൽ നിന്നുകൊണ്ട് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക്കിലേക്ക് പോയ ബോയിങ് 787 എന്ന് പറയുന്ന ആ വിമാനം താഴേക്ക് വീണുകൊണ്ട് പാവപ്പെട്ടവരായ സഹോദരങ്ങൾ മരിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നു ഇതൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. നമ്മൾ എന്തെല്ലാം ടെക്നോളജികൾ വികസിപ്പിച്ചെടുത്താലും അള്ളാഹുവിന്റെ നിയന്ത്രണവും അള്ളാഹുവിന്റെ തീരുമാനവും അനുസരിച്ചുകൊണ്ട് മാത്രമാണ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് വാഹനത്തിൽ കയറുമ്പോൾ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്ന് അല്ലാഹുവിനെ പരമേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് നിന്നിറങ്ങണം. കാരണം നിങ്ങൾ സുരക്ഷിതരല്ല. കപ്പലിനെ പറ്റി കാണാം ഖുർആനിൽ. ഇപ്പൊ കപ്പൽ ദുരന്തങ്ങൾ ഇങ്ങനെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരുപാട് ചിന്തിക്കാറുണ്ട്. നമ്മൾ എപ്പോഴും യാസീൻ സൂറത്ത് ഓതാറുണ്ട്. ആ യാസീൻ സൂറത്തിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്, വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മശ്ഹൂൻ വഖലഖനാ ലഹും മിൻ മിത്ലിഹി മാ യർകബൂൻ വഇൻ نشأ نغرقهم فلا صريخ لهم ولا هم ينقذون. യാസീൻ ഓതുമ്പോൾ നമുക്ക് എപ്പോഴും മാറിപ്പോകുന്ന ഒരു ഭാഗമാണത്. വായത്തുൽ ലഹുമുൽ ലൈലു അല്ലേ, ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും ഖുർആനിലുണ്ട്. വായത്തുൽ ലഹുമുൽ ലൈലു അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തെ പറ്റി, രാത്രിയെ പറ്റി പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തെ പറ്റി പറയുന്ന ഒരു ഭാഗമാണ് വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മശ്ഹൂൻ. അത് പറയുന്നത് കപ്പലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്യുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കപ്പൽ നമ്മൾ പഠിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, 1200 മുഴം നീളവും 600 മുഴം വീതിയും 30 മുഴം പൊക്കവും ആ കപ്പലിനുണ്ടായിരുന്നു. ഏറ്റവും മുകളില് പക്ഷികള്, നടുക്ക് മനുഷ്യന്മാര്, ഏറ്റവും താഴെ മൃഗങ്ങൾ. അങ്ങനെ 3 തട്ടുള്ള വലിയ കപ്പലായിരുന്നു. ഇപ്പോ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ആ കപ്പൽ പരിശോധിച്ചു കഴിഞ്ഞാൽ 4 ഫുട്ബോൾ കോർട്ടിനേക്കാളും വലുതാണ് അതിന്റെ സംവിധാനങ്ങൾ. എന്നാൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പല് ചെറുതായിരുന്നില്ല. 1200 മുഴം നീളം, ഒന്ന് കണക്കൂട്ടി നോക്കൂ സഹോദരങ്ങളെ. 600 മുഴം വീതി, 30 മുഴം പൊക്കമുള്ള കപ്പലായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ. ആ കപ്പലിനെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. കടല്, അതുപോലെ കപ്പല്, അതെല്ലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ കാണാം, وهو الذي يسيركم في البر والبحر حتى إذا كنتم في الفلك وجرين بهم بريح طيبة وفرحوا بها جاءتها ريح عاصف وجاءهم الموج من كل مكان وظنوا أنه محيط بهم دعوا الله مخلصين له الدين لئن أنجيتنا لنكونن من الشاكرين. സൂറത്ത് യൂനുസിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മനുഷ്യന്മാര് അവരിങ്ങനെ കപ്പലിൽ സഞ്ചരിക്കും. അപ്പോ വല്ലദി യുസയ്യിറുകും ഫിൽ ബർരി വൽ ബഹർ ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽകി. നല്ല ഒരു അന്തരീക്ഷം, നല്ലൊരു പ്രകൃതിയൊക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അങ്ങനെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ വജറൈന ബിഹിം ബിരീഹിൻ ത്വയ്യിബത്തിൻ വഫരിഹു ബിഹാ ജാഅത്ഹാ റീഹുൻ നാസിഫുൻ വജാഹുൽ മൗജു മിൻ കുല്ലി മക്കാൻ. കൊടുങ്കാറ്റ് അവരിലേക്ക് വരും. അങ്ങനെ അവർ ഭയവിഹ്വലരാകും. കപ്പൽ മറിയുമെന്നുള്ള സാഹചര്യം എത്തുന്ന സമയത്ത് അവർ വിളിച്ചുകൊണ്ട് പറയും, മുഖ്ലിസീന
പടച്ചോനെ നിന്നെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, നിന്റെ കുതിരത്തിനെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, നിന്റെ കഴിവിനെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ. ഈ കപ്പല് മുക്കിയിട്ട് ഞങ്ങളെ കൊല്ലല്ലേ റബ്ബേ. അങ്ങനെ അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുന്ന സമയത്ത് നന്ദിയുള്ളവരാകാം ഞങ്ങളെന്ന് അവർ പറയും. പക്ഷേ അവര് നന്ദിയുള്ളവരാകില്ല. അത് കഴിയുമ്പോൾ അവർ അല്ലാഹുവിനെ മറന്നു പോകുമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. 1912 ഏപ്രിൽ 10 2200 യാത്രക്കാരുമായി പോയ ടൈറ്റാനിക്കിന് സംഭവിച്ചത് അതല്ലേ സഹോദരങ്ങളെ? മനുഷ്യരങ്ങ് അഹങ്കരിച്ചു. പടച്ചോൻ വിചാരിച്ചാലും ദൈവം വിചാരിച്ചാലും മുങ്ങൂലാന്ന് പറഞ്ഞു. 2 ദിവസം സഞ്ചരിച്ചപ്പോഴേക്ക് മഞ്ഞുകട്ടയിൽ വീണുകൊണ്ട് നശിച്ചുപോയ ആ ടൈറ്റാനിക്, പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ കഴിവുകേടിനെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. അല്ലാഹു പറയുന്നുണ്ട്, വല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ വജഅല ലക്കും മിനൽ ഫുൽകി വൽ അൻആമി മാ തർകബൂൻ ലിതസ്തവൂ അലാ ളുഹൂരിഹി ثم تذكروا نعمة ربكم إذا استويتم عليه وتقولوا سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. ആരാണ് ഇതെല്ലാം കീഴ്പ്പെടുത്തി തന്നത്? നിങ്ങൾ കടലിൽ സഞ്ചരിക്കുന്നു, കരയിൽ സഞ്ചരിക്കുന്നു, നിങ്ങൾ കപ്പലിൽ സഞ്ചരിക്കുന്നു, ആകാശഗംഗയിലൂടെ വിമാനങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കുന്നു. കപ്പലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതല്ലേ? കടലിന്റെ മുകളിൽ നമ്മൾ വെറുതെ പോയി ഇങ്ങനെ കിടന്നാൽ നേരെ താന്നു പോകും. എന്നാലോ അത് ഇത്രയും ഭാരമുള്ള വസ്തുക്കൾ താഴ്ന്നു പോകാതെ ആ രൂപത്തിൽ ജലത്തെ സംവിധാനിച്ചിട്ടുള്ള അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, സത്യം ഡോക്ടർ സത്യൻ കല്ലുരുട്ടിയുടെ ജലം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വാട്ടർ സൈക്ലിങ്ങിനെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇതില് കടലിലൂടെ കപ്പൽ സഞ്ചരിക്കുന്ന ആ ദൃഷ്ടാന്തത്തെ പറ്റി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പടച്ച തമ്പുരാൻ എന്തെല്ലാം സംവിധാനങ്ങളാണ് ലോകത്തൊരുക്കിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഹങ്കരിക്കരുത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നിങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കുകയും വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ഈ ആയത്ത്, സൂറത്തു സുഖ്റൂഫിലെ ആയത്ത്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ എന്നുള്ള ഈ ആയത്ത് നിങ്ങൾ 3 പ്രാവശ്യം ഓതണേ. അത് കഴിഞ്ഞിട്ട് അല്ലാഹുവോട് ദ്വാരക്കണം, പടച്ചോനെ اللهم إني أسألك في صبري هذا البر والتقوى ومن العمل ما ترضى اللهم هون علينا السفر وطول لنا البعيد اللهم أنت صاحب في السفر والخليفة في الأهل എന്ന് നിങ്ങൾ അല്ലാഹുവിനോട് കാവല് ചോദിച്ചിട്ട്, പടച്ചോനെ ഈ യാത്രയിൽ എനിക്ക് തഖ്വ തരണേ റബ്ബേ, നിന്റെ കാവൽ എനിക്ക് നൽകണേ റബ്ബേ എന്ന് പ്രത്യേകം നിങ്ങൾ 3 പ്രാവശ്യം ഈ ആയത്ത് ഓതിയിട്ട് ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുൽ കായിനാത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അല്ലാഹുവിൽ തവക്കൽ ചെയ്യുക. എന്തെല്ലാം സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. ഏത് സമയത്തും അപകടങ്ങൾ നമ്മെ തേടിയെത്താം. നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്, ഫ്ലൈറ്റുകളിൽ സഞ്ചരിക്കുന്നവരാണ്. സൗദി അറേബ്യയുടെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ആയത്ത്, അതുപോലെ ഈ ദുആ പറയും. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുപോലെ ഓരോ മരണങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, ഇദാ അംസൈത ഫലാ തംതദിരിസ് സ്വബാഹ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നിങ്ങൾ രാവിലെ ആകുമ്പോൾ രാത്രിയാകുന്ന സമയത്ത് إذا أمسيت فلا تنتظر الصباح وإذا أصبحت فلا تنتظر المساء. വൈകുന്നേരമാകുമ്പോ രാവിലെ ഞാൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതുപോലെ തന്നെ പ്രഭാതം വരുമ്പോ പ്രദോഷം വരെ എത്തുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഏത് സമയത്തും നിങ്ങളെ മരണം തേടി വരിക. അതുകൊണ്ട് മോനെ, ജീവിക്കുന്ന സമയത്ത് ആരോഗ്യപരമായ നല്ല അവസ്ഥയിലാകുമ്പോഴും നീ മരണത്തെ ചിന്തിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇമാം ഖുർതുബി റളിയല്ലാഹു അൻഹു
അവിടുന്ന് വിശുദ്ധ ഖുർആനിന്റെ വായത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽക്കിൽ മശൂർ എന്ന ആയത്തിനെ വിശദീകരിക്കുന്ന സ്ഥലത്ത് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. യഹ്തമിലു സലാസത മആനിൻ അഹദുഹാ ഇത്റത്തുൻ ലഹും നിഅമത്തുൻ അലൈഹിം ഇൻദാറുൻ ലഹും. മൂന്ന് കാര്യങ്ങൾ മഹാനവറുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത് അൽ അവ്വലു ഇബ്റത്തുൻ ലഹും, കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ അതുകൊണ്ടുള്ള ഗുണപാഠങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കുക. കപ്പൽ കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. രണ്ട് കരകളെ സംബന്ധിച്ച്, രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് എത്രയോ ടൺ കണക്കിന് ചരക്കുകൾ ആ കപ്പലുകൾ വഹിച്ചു കൊണ്ടുപോകുന്നു. എത്രയോ ആളുകൾ പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് കപ്പൽ മുഖാന്തരമാണ് ആളുകൾ ഹജ്ജിന് പോയിരുന്നത്. ഇതൊക്കെ അതുകൊണ്ടുള്ള ഗുണങ്ങളുമാണ് രണ്ടാമത് മഹാനവറുകളെ എണ്ണിപ്പറയുന്നത്. അതുകൊണ്ടുള്ള നിഅമത്തുൻ അലൈഹിം, അതുകൊണ്ടുള്ള ഗുണമാണ്. മൂന്നാമത് പറയുന്നത് ഇൻദാറുൻ ലഹും, അതുകൊണ്ടുള്ള പരീക്ഷണമാണ്. അതുകൊണ്ട് വാഹനത്തിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് ഏത് സമയത്തും അല്ലാഹുവിന്റെ പരീക്ഷണം നമുക്കുണ്ടാവും എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വേണം. കഴിഞ്ഞ ദിവസം നമ്മുടെ പേക്കാപ്പിള്ളിയുള്ള എൻ്റെ ഒരു സുഹൃത്ത് മരക്കാൽ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകളും പേരക്കുട്ടിയും കെനിയയിൽ വെച്ചുകൊണ്ട് മരണപ്പെടുകയുണ്ടായി. അവര് ഖത്തറിൽ നിന്നുകൊണ്ട് ടൂറ് പോയതാണ്. പെരുന്നാളൊക്കെ ആയപ്പോ ആ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി അവധി വന്നപ്പോ ഫാമിലി ആയിട്ടൊരു യാത്ര നടത്തിയതാ. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് 5 മിനിറ്റ് മുമ്പ് മരണപ്പെടുകയാണ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ചേതനേറ്റ ശരീരം ഇപ്പോ നാട്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നെത്തും നാളെ എത്തും എന്നൊക്കെ പ്രതീക്ഷിച്ച് കുടുംബം ഇങ്ങനെ കഴിയാണ്. അതാണ് മനുഷ്യന്റെ അവസ്ഥ. അള്ളാഹു നമ്മെല്ലാവരെയും പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഫ്ലൈറ്റ് ദുരന്തത്തിൽ മരിച്ചുപോയ മുഴുവൻ ആളുകളുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല ഫലസ്തീനിലും എത്രയോ ആളുകൾ ഓരോ ദിവസവും മരിക്കുന്നു. ഇതൊക്കെ വലിയ ദുരന്തങ്ങളായി നമ്മൾ കാണുമ്പോഴും അവിടെയും ആളുകൾ ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അല്ലാഹു തആല അവർക്ക് അല്ലാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല അവരെ സംരക്ഷിക്കുന്ന, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, അവർക്ക് വേണ്ടി സഹായകസ്തങ്ങളുമായി പോകുന്ന ലോകത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ എല്ലാവർക്കും അല്ലാഹു ബറക്കത്തും ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.